പ്രേക്ഷകർ ഏറ്റെടുത്ത ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ അക്ബർ അഹമ്മദിന് മൊമന്റോ നൽകുന്നതിനായി ഇന്ത്യൻ സിനിമയുടെ തന്നെ അഭിമാനമായ ശ്രീ അജയ് ചന്ദ്രനെയും മൊമന്റോ ഏറ്റുവാങ്ങുന്നതിനായി അക്ബർ അഹമ്മദിനെയും ക്ഷണിക്കുന്നു. ഒന്ന് മാറണോ? വണ്ടി റെഡിയാക്കിട്ടേക്കണം. ഫംഗ്ഷൻ കഴിഞ്ഞ് ഉടനെ പോകാം. ശരി സാർ. ഹലോ സാർ. സാർ സുഖല്ലേ? അക്ബർ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. സർ പ്ലീസ്. ഓ, എൻ്റെ പ്രിയപ്പെട്ടവർ, എനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സിനിമ എന്താണെന്നറിയുന്ന, എന്തായിരിക്കണം എന്ന് വ്യക്തമായ ധാരണയുള്ള ഒരു ചെറുപ്പക്കാരൻ സ്വപ്നങ്ങളുടെ ഈ വ്യാപാര മേഖലയിൽ തൻ്റെ ആദ്യ സിനിമ കൊണ്ട് ഉറപ്പിച്ചൊരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ്. സിനിമയിൽ പ്രതിസന്ധി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാ. ഒരു സബ്ജക്റ്റ് തൊട്ട് എന്ന അപ്പൊ സംശയമായി, ഇമേജ് പ്രശ്നങ്ങളായി, നിരുത്സാഹപ്പെടുത്തലായി. ഒരാളുടെ മാത്രമല്ല, ഒരു സംഘം ചെറുപ്പക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ബ്രദേഴ്സ് എന്ന ഈ സിനിമ. അവരെ ഞാൻ എത്രയും ആത്മാർത്ഥതയോടെ അഭിനന്ദിക്കുകയും എൻ്റെ സ്നേഹം നൽകുകയും ചെയ്യുന്നു. എന്തുവായിരുന്നു ആദ്യകാലത്തൊക്കെ? ഒന്നും അറിയില്ലായിരുന്നു. വികാരങ്ങളൊക്കെ വാരി വിതറാൻ ഞാനല്ലേ പഠിപ്പിച്ചു കൊടുത്തത്. അന്ന് നമ്മളെടുത്ത പണിയുടെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാറിസം. ഈ വേദിയിൽ നിൽക്കുമ്പോൾ മറ്റൊരു ഓർമ്മയുടെ കുളിരിൽ നനയുന്നുണ്ട് ഞാൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അരങ്ങേറ്റം കുറിച്ച കഴിഞ്ഞ മഞ്ഞുകാലത്ത് എന്ന സിനിമയുടെ 101 ദിവസം ആഘോഷിച്ചതും ഇതേ വേദിയിൽ വെച്ചായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടോ? അപ്പനെ അളിയാന്ന് വിളിക്കുന്നത് ആ ശീലം. എന്നായാലും മുടിഞ്ഞ മാർക്കറ്റാ, അതിനിടിവില്ല. ഇന്ന് അണിയറ പ്രവർത്തകരാണ് പുതുമുഖങ്ങളെങ്കിൽ അന്ന് ഞങ്ങൾ അഭിനേതാക്കളായിരുന്നു പുതുമുഖങ്ങൾ. ആ ചിത്രം എൻ്റെ ജാതകമാണ് തിരുത്തിക്കുറിച്ചത്. 3 പുതുമുഖങ്ങളെ വെച്ച് ഇങ്ങനെ ഒരു മനോഹര ചിത്രം ഉണ്ടാക്കാൻ ധൈര്യം കാണിച്ചു ചാക്കോച്ചൻ എന്നാണ് ഇവിടെ മുമ്പ് പ്രസംഗിച്ചയാൾ പറഞ്ഞത്. അതാ ഗോൾഡൻ സ്റ്റുഡിയോയുടെ പാരമ്പര്യം. 3 പേരെന്ന് വെച്ചാ മലയാള സിനിമയ്ക്ക് 3 നക്ഷത്രങ്ങളെയാ ഞാൻ തന്നിരിക്കുന്നത്. ശേഖരേ, ഇങ്ങോട്ട് നീങ്ങിനില്ലേ. പ്രൊഡ്യൂസർ KT പണിക്കരുടെ മകനാ. അങ്ങ് കേറിപ്പോവും. തമിഴ്, തെലുങ്ക്, അങ്ങനെ ഹിന്ദി വരെ. മാളവികയുടെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഹരമായില്ലയോ ഹരം. മിടുക്കിയ, നല്ല ഭാവാഭിനയമാ. പഴയ നമ്മുടെ സരോജത്തിന്റെ മോള് അമ്മ ചെന്നതിന്റെയും കയറിയതിന്റെയും മോളിൽ പോവും. അജയ, നീങ്ങി നിലടാ. നമ്മുടെ മേക്കപ്പ് മാൻ ചന്ദ്രൻപിള്ളയുടെ മോനാ. ഞാൻ രണ്ടും കൽപ്പിച്ചൊരു ചാൻസ് അങ്ങ് കൊടുത്തു. സംഗതി ഏറ്റല്ലോ. ചാക്കോച്ചൻ ആരുടെ മോൻ, ഏതടവക എന്നൊന്നുമില്ല. മൂട് മറക്കരുത് കേട്ടോടാ. ആദ്യ സിനിമയുടെ ആദ്യ ഷോട്ടിൽ തന്നെ കൈയടി വാങ്ങിയെങ്കിലും ഭാവി എന്തായിരിക്കുമെന്ന ആശങ്കയോടെ ഇവിടെ എവിടെയോ പതുങ്ങി നിന്നവൻ. നിങ്ങൾ ഇന്ന് കാണുന്ന അജയചന്ദ്രൻ്റെ തുടക്കം അങ്ങനെയൊക്കെയായിരുന്നു. അതൊക്കെ അങ്ങ് മറന്നു. ഇപ്പൊ ഒരു ഡേറ്റിന് 75 ലക്ഷം ഓവർസീസ് റൈറ്റും മണ്ണാക്കി തള്ളി കൊടുത്താൽ മാത്രം പോരാ, ഓരോ കാലം ഒറ്റക്കാലം ദിവസം ചെയ്യണം. So I fervently hope that this venue proves as lucky to these guys as it was for me. I wish them all the very best. Thank you. Thank you, sir. Krishnadas. Akbar, all the best. Okay, guys. അപ്പൊ ശരി. നമസ്കാരം, സുഖല്ലേ? അതെ, ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കോഫി ഷോപ്പിലേക്ക് വരാം.